ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ഹോക്കി താരത്തെ തന്നെയാണ്. അപ്പോൾ ഹോക്കി അറിയുന്ന ഒരു ഫാമിലി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ട്വിൻ ബ്രദറും ഹോക്കി പ്ലെയറാണ്, തോമസ് എന്നാണ് പേര്. അപ്പം ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ച് കളിച്ച ആൾക്കാരാണ്. സോ എനിക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു വീട്ടിൽ പോകുന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഹസ്ബൻഡ് ഉണ്ട്, ബ്രദർ ഒരു ഫ്രണ്ടിനെ പോലെ. സോ ഒരു അറിയാത്തൊരു വീട്ടിൽ പോകുന്നൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടായില്ല. ഐ വാസ് മോസ്റ്റ് വെൽക്കം ദ. അതുകൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടായില്ല. സ്മൂത്തായിട്ട് പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഞാനും കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു പേരാണ് ഷേണായി എന്ന് പറയുന്ന സാറ്. ഷേണായി സാർ ആരാണ്? ഇപ്പം നമ്മളിപ്പോൾ പറയുമ്പം ഹോക്കിയെക്കുറിച്ച് കേൾക്കുമ്പോൾ കൊച്ചിയിലൊക്കെ കേൾക്കുന്ന പേരായതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ പലർക്കും അറിയില്ല ആരാ എന്താണെന്ന്. ഒന്ന് പറയാമോ ഷേണായി സാറിനെ കുറിച്ച്? ഷേണായി സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു അരമണിക്കൂറൊന്നും പോരാ. സാറെന്ന് പറയണത് അറിയപ്പെടുന്ന ഒരു ഹോക്കി കോച്ചാണ്, ദ്രോണാചാര്യനാണ്. സാറ് ആണ് ഇവിടെ ഇപ്പം എൻ്റെയൊക്കെ ഏജിൽ കളിക്കുന്ന പിള്ളേർ മുതൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു 6 years ആയി സാർ ഇപ്പം മരിച്ചു പോയിട്ട്. അതിന് മുമ്പ് വരെയുള്ള ഹോക്കി താരങ്ങളെല്ലാം സാറ് സ്റ്റിക്ക് പിടിപ്പിച്ചവരായിരിക്കും മിക്കവാറും. അത്രയ്ക്ക് ജെനുവിനായിട്ടുള്ളൊരു സാറ്, മോസ്റ്റ് ലവബിൾ പേഴ്സൺ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് കളി മാത്രമല്ല, ക്യാരക്ടർ ഫോർമേഷൻ ഓൾസോ ഉണ്ടാവുന്നത് ശരിക്കും ഒരു കോച്ചിൽ നിന്ന് തന്നെയാണ്. തീർച്ചയായും. അപ്പം ഷേണായി സാറിനെ കണ്ടാണ് ഞങ്ങൾ കുറേ പേര് അറിയാം. സാർ വെരി പാഷനേറ്റ്. നല്ല ഇപ്പം എൻ്റെ ഹസ്ബൻഡും കോച്ചിങ്ങിനൊക്കെ പിള്ളേർ അങ്ങനെ ഡെഡിക്കേറ്റഡ് കോച്ചൊന്നുമല്ല, ജസ്റ്റ് ഇൻട്രൊഡക്ടറി ക്ലാസ്സസ് ഒക്കെ പറഞ്ഞു. പുള്ളി ഷേണായി സാറിനെ പോലെ തന്നെയാണ്, ഒരു മടിയില്ലാതെ അപ്പോൾ ഈ സ്കൂളുകളിലൊക്കെ പിള്ളേരെ ഉണ്ടാക്കി കോച്ച് ചെയ്യുക എന്നുള്ളത് ഹോക്കി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ. സാറിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല.